ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് കണ്ഠരര് രാജീവ് വരെ നീക്കേണ്ടി വരും എന്നൊരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നടപടിയെടുക്കുന്നതിന് മനപ്രയാസമില്ല, മറ്റ് തടസ്സങ്ങളില്ല എന്ന പ്രതികരണം കൂടി അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്. ഇപ്പോഴിതാ സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേസ് എത്തി നിൽക്കുകയുമാണ്. ഇങ്ങനൊരു നടപടി നീക്കത്തെക്കുറിച്ചോ താങ്കളുടെ പ്രതികരണം എന്താണ്? ദേവസ്വം പ്രസിഡന്റിനോട് ഏറ്റവും ബഹുമാനമാണ്, നേരത്തെ വ്യക്തിപരമായിട്ടും അറിയാം. പക്ഷെ എല്ലാ ആദരവും വെച്ച് രണ്ട് കാര്യം സൂചിപ്പിക്കട്ടെ. ദേവസ്വം ബോർഡല്ല തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് കഴിഞ്ഞ 70 വർഷങ്ങളായി മാത്രമുള്ള ഒരു സംവിധാനമാണ്. തന്ത്രി എവിടെ നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളുമായി നിന്നതാണ്. സാക്ഷാൽ പരശുരാമൻ, മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ കൊണ്ടുവന്നതാണ് തന്ത്രിയെ. ആ തന്ത്രി ദേവന്റെ പിതാവാണ്. തന്ത്രിയെ ദേവസ്വം ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ ഓർക്കണം. രണ്ട്, ഇനി കുറ്റത്തിന്റെ കാര്യം തന്നെ വരാം. തന്ത്രി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? അയ്യപ്പൻ അനുമതി മേടിച്ചില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല എന്നുള്ളതോ? അതോ ദേവസ്വം ബോർഡ് തന്ത്രിയെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ട് വാജിവാഹനം വീട്ടിലേക്ക് സ്വീകരിച്ചതോ? തന്ത്രി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? അപ്പോ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള, നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രൊഫൈൽ കാരണം അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയില്ല ചിലപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ദേവസ്വം ബോർഡിന് തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അല്ല തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത്, അത് കാരാണ്മയായിട്ടും പിതൃത്വമായിട്ടും കിട്ടുന്നതാണ്. അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമാണ്, പരശുരാമൻ നൽകിയതാണ്. രണ്ട്, തന്ത്രി ഒരു കാരണവശാലും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. തന്ത്രിക്കെതിരെയുള്ള കേസ് ഫ്രിവലസ് ആണ്. 30 ദിവസമായി യഥാർത്ഥത്തിൽ തന്ത്രി ജയിലിലാണ്, ഒരു തെറ്റും ചെയ്യാതെ. തന്ത്രിക്ക് അനുകൂലമായി തന്നെ പരാമർശങ്ങളോടുകൂടി തന്നെ തന്ത്രി വെളിയിൽ ഇറങ്ങുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കുക. തന്ത്രി ചെയ്ത തെറ്റെന്താണ്? ദേവന്റെ അനുമതി മേടിച്ചില്ലാന്നോ, മൗനാനുവാദം കൊടുത്തുവെന്നോ? എന്ത് അർത്ഥത്തിലാണ് അത് പറയുന്നത്? അപ്പൊ അത് യഥാർത്ഥത്തിൽ അങ്ങനെ എനിക്കറിയില്ല. ജയകുമാർ സാർ അങ്ങനെ, ജയകുമാർ സാറിനെ പോലെ പരമസാത്വികനായ സോഫ്റ്റ് സ്പോക്കനായ ഒരു വ്യക്തി അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹം എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് 3 ഭാഗങ്ങളായി നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന്, അങ്ങ് പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെതായ ഭാഗം. ഇപ്പോൾ പാരമ്പര്യമായി തന്ത്രി അവിടുത്തെ പിതൃസ്ഥാനീയനായി നിൽക്കുന്നു, അതൊരു ഭാഗം, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തേത് ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ സ്വർണം നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കേസിന്റെ ഭാഗം നിൽക്കുന്നു. മൂന്നാമതായി രാഷ്ട്രീയം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണോ? പ്രത്യേകിച്ച് ഇപ്പോൾ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് കേസ് ദുർബലപ്പെടുന്നോ എന്ന ആശങ്ക പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു പ്രതികരണം. അവിടെയാണ് ജയകുമാർ സാറിനെ പോലൊരു വ്യക്തി, എനിക്ക് അതാണ് വിഷമം. ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. ജയകുമാർ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന മഹാനായ കലാകാരനായ ഒരു വ്യക്തി എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഒരു പക്ഷേ അതിന്റെ സർവ്വതല സ്പർശിയെ ചിന്തിച്ചാൽ അങ്ങനെ പറയില്ല. താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമല തന്ത്രിക്കെതിരെ 3 ആരോപണങ്ങളല്ലേ വന്നത്? ഒന്ന്, ദേവന്റെ അനുമതി മേടിച്ചില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, IPCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. രണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല എന്ന്. SITക്ക് എങ്ങനെ അറിയാം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചോ ഇല്ലയോ? മൂന്നാമത്തെ കാര്യം, വാജിവാഹനം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൈക്കോടതിയിൽ 5ാം ഇടക്കാല റിപ്പോർട്ട്, ഞാൻ താങ്കളുടെ അടക്കം ചാനലിൽ തന്നെ കണ്ടത്, 5ാം ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് കമ്മീഷണർ ഉറുപ്പ് സാർ ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതിയുടെ അനുമതിയോടെയും അറിവോടുകൂടിയും ദേവസ്വം ബോർഡുകാരെ തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വാജിവാഹനം കൊടുത്തുവിടുകയും ചെയ്യുക. തന്ത്രി യഥാർത്ഥത്തിൽ എന്ത് തെറ്റാ ചെയ്തത്? ഇനി 2 റിമാൻഡ് റിപ്പോർട്ടുകൾ പരിശോധിക്കൂ. തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുള്ളതായിട്ട് നമുക്ക് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കാണാൻ കഴിയില്ല. 1 രൂപയുടെ ഇടപാട് തന്ത്രിയുമായിട്ട് നടന്നു എന്ന് കാണാൻ കഴിയില്ല. നിറം പിടിപ്പിച്ച കഥകളിലൂടെ തന്ത്രിക്കെതിരെ ഈ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് എന്താർത്ഥമുള്ളൂ? മുമ്പ് കണ്ഠരര് മോഹനർക്കെതിരെയും അദ്ദേഹം വാദിയായ ഒരു കേസിലാണ് സമാനമായി അദ്ദേഹത്തിന് ഇതിനെ ഒരു വലിയ നീക്കം ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ജയകുമാർ സാർ ആയതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുമെന്നും നമ്മളാരും പറയില്ല. കാര്യം ജയകുമാർ സാർ പരമസാത്വികനായ ഒരു മനുഷ്യനാണ്. എനിക്കറിയില്ല അദ്ദേഹം എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു തന്നു. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി നിയമപരമായിട്ടൊരു കാര്യമാണ്, തന്ത്രിയെ ദേവസ്വം ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു അമ്പലത്തിലെ തന്ത്രിയെ, പ്രത്യേകിച്ച് കാരാണ അമ്പലങ്ങളിലെ തന്ത്രിമാരെ. ശരി, അതാണ് അങ്ങയുടെ നിലപാട്. അതേസമയം ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട്, ഗൂഢാലോചന ഉൾപ്പെടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്ത്രിയെ മാറ്റി നിർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രതികരണവും നടന്ന് പ്രശാന്ത് കൃഷ്ണയാണ് നേരത്തെ വിവരങ്ങൾ നൽകിയതും. ഒപ്പം രാഹുൽ ഈശ്വറിന്റെ പ്രതികരണവുമാണ് കണ്ടത്.